എല്ലാ വിദ്യാർത്ഥികൾക്കും സിഡ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയിലെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഡാർക്ക് റിയാക്ഷൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് പ്രോസസ്സ് നടക്കുന്നത് 2 ഫേസസിലൂടെയാണ് അല്ലേ? ലൈറ്റ് റിയാക്ഷനിലൂടെയും ഡാർക്ക് റിയാക്ഷനിലൂടെയും. അപ്പോൾ ഫസ്റ്റ് ആദ്യം നടക്കുന്നതാണ് ലൈറ്റ് റിയാക്ഷൻ. അത് നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാർക്ക് റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലൈറ്റ് റിയാക്ഷൻ എവിടെ വെച്ചായിരുന്നു നടന്നത്? ഗ്രാനയിൽ വെച്ചാണ് അല്ലേ? ഗ്രാനയിൽ തൈലക്കോയിഡിനുള്ളിൽ വെച്ചാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഇനി ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും സ്ട്രോമയിലാണ്. എവിടെയാണ്? സ്ട്രോമ. മെയിനായിട്ടും സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന ഒരു പേര്. അതായത് ഡാർക്ക് റിയാക്ഷൻ എന്ന പേര് ഒരിക്കലും ഡാർക്ക് കണ്ടീഷനിൽ നടക്കുന്ന റിയാക്ഷൻ എന്നല്ല. എന്തല്ല? ഡാർക്ക് കണ്ടീഷനിൽ നടക്കുന്ന റിയാക്ഷൻ എന്നല്ല. ഡാർക്ക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ലൈറ്റിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യാതെ നടക്കുന്ന പ്രോസസ്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് അവിടെ നേരിട്ട് എന്തിനെ ഉപയോഗിക്കുന്നില്ല? ലൈറ്റിനെ ഉപയോഗിക്കുന്നില്ല. ലൈറ്റിന്റെ ആബ്സെൻസിലും എന്ത് നടക്കും? ഡാർക്ക് റിയാക്ഷൻ നടക്കും. അല്ലാതെ ഇരുട്ടിൽ നടക്കുന്ന പ്രോസസ്സ് എന്നല്ല അർത്ഥം. ലൈറ്റിന്റെ ആബ്സെൻസിലും എന്ത് നടക്കും? ഡാർക്ക് റിയാക്ഷൻ നടക്കും. എന്നാൽ ഈ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ സൺലൈറ്റ് ഇല്ലാതെ ലൈറ്റ് റിയാക്ഷൻ നടക്കത്തില്ല. ലൈറ്റ് റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന ATP, അതായത് എനർജി റിച്ച് മോളിക്യൂൾ, ATP, NADPH, ആ എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷന്റെ പ്രത്യേകത എന്താ? അതിൽ എന്ത് ചെയ്യുന്നില്ല? നേരിട്ട് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ലൈറ്റ്, നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് സൺലൈറ്റ്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തുപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്? ലൈറ്റ് റിയാക്ഷനിൽ സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ പ്രോഡക്റ്റുകളായിട്ടുള്ള ATP, NADPH എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നോന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ലൈറ്റിന്റെ ആബ്സെൻസിൽ നടക്കുന്ന റിയാക്ഷൻ എന്നല്ല, പകരം എന്താണ്? ലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത റിയാക്ഷൻ എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം ലൈറ്റിന്റെ പ്രസൻസിൽ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ആയിട്ടുള്ള ATP, NADPH എന്നിവയെ ഡിപ്പെൻഡ് ചെയ്ത് പ്രോസസ്സ് നടത്തുന്നു. ഓക്കെ, പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി ലൈറ്റ് റിയാക്ഷനിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു അല്ലേ? ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്? ഒന്ന് അബ്സോർഷൻ ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ അബ്സോർഷൻ നടക്കുന്നുണ്ട്. പിന്നെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും പിന്നെ ഇലക്ട്രോണുമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ഓക്സിജന്റെ റിലീസ് നടക്കുന്നുണ്ട്. ഓക്സിജനെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് ഹൈ എനർജി മോളിക്യൂൾസ് ലൈക്ക് ATP ആൻഡ് NADPH. ATP, NADPH പോലെയുള്ള ഹൈ എനർജി മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ലൈറ്റ് റിയാക്ഷനിലെ പ്രധാനപ്പെട്ട സ്റ്റേജ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻസ്. ഓക്കെ,
എന്നാൽ ഇവിടെ ഡാർക്ക് റിയാക്ഷനിലെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ ആണ്. എന്താണ്? ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഫോട്ടോസിന്തസിസിലെ പ്രോസസ് അല്ലെങ്കിൽ ഫേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡാർക്ക് റിയാക്ഷൻ ആണ്. ഡാർക്ക് റിയാക്ഷനിൽ ATPയുടെയും NADPHന്റെയും എനർജി ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജനുമായി, സ്ട്രോമയിൽ ഹൈഡ്രജൻ ഇല്ലേ, ആ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്ന റിയാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് അറിയപ്പെടുന്ന മറ്റു കുറച്ച് പേരുകളുണ്ട്. ഇതിന്റെ മറ്റൊരു പേരാണ് കാൽവിൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഡാർക്ക് റിയാക്ഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? കാൽവിൻ സൈക്കിൾ. അപ്പോൾ കാൽവിൻ സൈക്കിൾ അതിനെക്കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ ശരിക്കും എഴുതേണ്ടത് എന്താണ്? ഡാർക്ക് റിയാക്ഷൻ ആണ്. അതായത് കാൽവിൻ സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് കാൽവിൻ സൈക്കിൾ. അപ്പൊ ചോദിക്കും എന്തുകൊണ്ടാണ് അതിനെ കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നത്? മറ്റൊന്നുമല്ല, ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് പിന്നെ റെഡ്യൂസ് ചെയ്ത് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന ആ ഒരു സീരീസ് ആയിട്ട് സൈക്ലിക് ആയിട്ട് നടക്കുന്ന ആ ഒരു റിയാക്ഷൻ, ആ കംപ്ലീറ്റ് റിയാക്ഷനെ, കെമിക്കൽ റിയാക്ഷനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന സയന്റിസ്റ്റ് ആണ്. ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള ആ ഒരു സ്മരണാർത്ഥമാണ് ഇതിനെ കാൽവിൻ സൈക്കിൾ എന്നുകൂടി അറിയപ്പെടുന്നത്. മെൽവിൻ കാൽവിൻ. ഓക്കെ, അപ്പോ കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ഇതിന്റെ മറ്റൊരു പേരാണ് C3 സൈക്കിൾ. അപ്പോൾ C3 സൈക്കിൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഡാർക്ക് റിയാക്ഷനെയാണ്. എന്തുകൊണ്ടായിരിക്കാം C3 സൈക്കിൾ എന്നറിയപ്പെടുന്നത്? മറ്റൊന്നുമല്ല, ഇവിടെ ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് ഉണ്ടാകുന്ന, അതായത് ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. എന്ത് കോമ്പൗണ്ട് ആണ്? ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. ആദ്യമായിട്ട് ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്, അത് നമ്മളിവിടെ കണക്കാക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. എന്താണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ C3 സൈക്കിൾ എന്നും വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് റിയാക്ഷനിലെ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്താണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിന്റെ പേരാണ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 3 കാർബൺ കോമ്പൗണ്ട് ആണ്, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പോൾ ഈ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന 3 കാർബൺ കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ, അതാണ് ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? C3 സൈക്കിൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അപ്പൊ ഇനി നമുക്ക് ഡാർക്ക് റിയാക്ഷനിലെ ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡാർക്ക് റിയാക്ഷൻ എവിടെ നടക്കുന്നു? സ്ട്രോമയിൽ നടക്കുന്നു. പിന്നീട് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റ്. ഇത് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഡിപ്പെൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റുകളായിട്ടുള്ള ATP, NADPH തുടങ്ങിയവയെ ഉപയോഗിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇതിലെ പ്രധാനപ്പെട്ട, അതായത് ഡാർക്ക് റിയാക്ഷനിലെ പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഡാർക്ക് റിയാക്ഷനെ എന്തെന്നും അറിയപ്പെടുന്നു? കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. കാൽവിൻ സൈക്കിൾ. എന്തുകൊണ്ടാണ് കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാൽവിൻ സൈക്കിൾ ബിക്കോസ് the cyclic chemical changes occur in the dark reaction
are discovered by the scientist Melvin Calvin. So it is called Calvin cycle. അപ്പോൾ ഡാർക്ക് റിയാക്ഷനിലെ സൈക്ലിക് ആയിട്ട് നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത് ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് C3 സൈക്കിൾ. ഇതിനെ എന്തെന്ന് അറിയപ്പെടുന്നു? C3 സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. വൈ? എന്തുകൊണ്ടാണ്? ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്താണ്? ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഡാർക്ക് റിയാക്ഷൻ ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട്. ആദ്യം ഉണ്ടാകുന്ന സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്താണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ ഇറ്റ് ഈസ് കാൾഡ് C3 സൈക്കിൾ. അതുകൊണ്ട് ഇതിനെ എന്തെന്നും അറിയപ്പെടുന്നു? C3 സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഇതിലെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ്, പ്രധാനപ്പെട്ട സ്റ്റേജസ്, C3 സൈക്കിളിലെ പ്രധാനപ്പെട്ട സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് C3 സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഡയഗ്രം ആണ്. ഈ ഡയഗ്രം എല്ലാവരും നന്നായിട്ട് വരച്ച് പഠിക്കണം. എക്സാമിന് C3 സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഡയഗ്രം മസ്റ്റായിട്ടും വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ C3 സൈക്കിളിലെ പ്രധാനപ്പെട്ട 3 സ്റ്റേജസ് ആണ് പഠിക്കുന്നത്. C3 സൈക്കിളിലെ പ്രധാനപ്പെട്ട 3 സ്റ്റേജസ് അല്ലെങ്കിൽ 3 പ്രോസസ്സുകളാണ്. ഒന്നാമത്തേത് കാർബോക്സിലേഷൻ. ഫസ്റ്റ് എന്താണ്? കാർബോക്സിലേഷൻ. രണ്ടാമത്തേത് റിഡക്ഷൻ. രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്? റിഡക്ഷൻ. മൂന്നാമത്തേതാണ് റീജനറേഷൻ. എന്താണ്? റീജനറേഷൻ. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഈ 3 പ്രോസസ്സിലൂടെയാണ് C3 സൈക്കിൾ നടക്കുന്നത്. ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സാണ് കാർബോക്സിലേഷൻ. കാർബോക്സിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നും, അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റോ വഴി ലീഫിലെത്തും അല്ലേ? അപ്പൊ അറ്റ്മോസ്ഫിയറിൽ നിന്നും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്ത് എന്താക്കി മാറ്റുന്നു? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർബോക്സിലേഷൻ. Carboxylation is the process of fixing of carbon dioxide into a 3 carbon compound called 3-phosphoglycerate. 3-phosphoglyceric acid. ഗ്ലിസറിക് ആസിഡ് തന്നെയാണ് ഈ പറയുന്ന 3-phosphoglycerate എന്ന് പറയുന്നത്. ഓക്കെ, ആസിഡുകൾ സൊല്യൂഷനിൽ അയോണുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ 3-phosphoglyceric ആസിഡിനെ 3-phosphoglycerate എന്നും പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് കാർബോക്സിലേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു എ 3 കാർബൺ കോമ്പൗണ്ട് കാൾഡ് 3-phosphoglyceric ആസിഡ് അല്ലെങ്കിൽ 3-phosphoglycerate. ഓക്കെ, 3PGA എന്ന് പറയാം. അപ്പോൾ ആ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബോക്സിലേഷൻ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യണം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ പേരാണ് റിബുലോസ് 1,5-ബൈഫോസ്ഫേറ്റ്, ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ബൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ റിബുലോസ് 1,5-ബൈഫോസ്ഫേറ്റ്? അത് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? 3-phosphoglyceric ആസിഡ് അല്ലെങ്കിൽ 3-phosphoglycerate ഫോം ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കാർബോക്സിലേഷൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ നമ്മുടെ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് ഇതെന്ന് പറയുന്നത് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റിനെ നമുക്ക് RUBP എന്ന് ഷോർട്ടായിട്ട് വിളിക്കാം കേട്ടോ. അപ്പൊ RUBP അല്ലെങ്കിൽ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് അതെന്താണ്? ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. എന്താണ്? ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 5 കാർബൺ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേരുന്നു. അപ്പോൾ ഇവിടെ 5 കാർബൺ ഉണ്ട് അല്ലേ? അത്
കാർബൺ ഡൈ ഓക്സൈഡിൽ അതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു കാർബൺ കൂടെ ചേർന്ന് ടോട്ടൽ എത്ര കാർബൺ വരും? ഒരു 6 കാർബൺ ഉള്ള കോമ്പൗണ്ട് ഫോം ചെയ്യണം അല്ലേ? പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? കാർബോക്സിലേഷൻ നടന്നപ്പോൾ ഉണ്ടായത് എന്താണ്? ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വേണ്ട, ഇത്രയേ ഉള്ളൂ. 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള RuBp കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകും. അതായത് കാർബോക്സിലേഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് എന്തുണ്ടാകും? ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകും. പക്ഷേ അത് അൺസ്റ്റേബിൾ ആണ്. അതെന്താണ്? അൺസ്റ്റേബിൾ ആണ്, സ്ഥിരതയില്ലാത്തതാണ്. അത് ഫോം ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കോംപ്ലക്സ് എന്ത് ചെയ്യും? ആ കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 കാർബൺ ഉള്ള, അതായത് 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിന്റെ 2 മോളിക്യൂള് ഫോം ചെയ്യും. ഇത് 3 കാർബണിന്റെ ഒരു മോളിക്യൂൾ അല്ലേ? ഇതുപോലെ ഒരെണ്ണം കൂടി അങ്ങനെ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്? 5 കാർബൺ കോമ്പൗണ്ട് ആയ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ RuBp എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം 2 മോളിക്യൂൾസ് ഓഫ് എന്താണ്? 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അവിടെ 2 മോളിക്യൂൾ വരാൻ കാരണം എന്താ? ഫസ്റ്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. അതെന്താണ്? അൺസ്റ്റേബിൾ ആണ്. അത് ഫോം ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ 6 കാർബൺ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡിന്റെ 2 മോളിക്യൂൾസ് ഫോം ചെയ്യും. അപ്പൊ ടോട്ടലി 6 ആവത്തില്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ 5ഉം 1ഉം ചേർന്ന് 3 ആയി. എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ ഈ ഒരു റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് റുബിസ്കോ. എന്താണ്? റുബിസ്കോ. ആറാണ് കേട്ടോ, റുബിസ്കോ. ഇപ്പൊ എന്താണ് റുബിസ്കോ? അതിന്റെ ശരിക്കുള്ള പേരെന്താണ്? RuBp കാർബോക്സിലേസ് ഓക്സിജനേസ്. എന്താണ്? RuBp കാർബോക്സിലേസ് ഓക്സിജനേസ്. അതാണ് റുബിസ്കോ. ഓക്കെ, അപ്പൊ റുബിസ്കോ എന്ന എൻസൈം ആണ്. ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ആൻ എൻസൈം കാൾഡ് റുബിസ്കോ അല്ലെങ്കിൽ RuBp കാർബോക്സിലേസ് ഓക്സിജനേസ്. ഓക്കെ, അപ്പോൾ ആ എൻസൈം ആണ് ഈ റിയാക്ഷൻ, അതായത് കാർബോക്സിലേഷൻ റിയാക്ഷനെ എന്ത് ചെയ്യുന്നത്? കാറ്റലൈസ് ചെയ്യുന്നത്, റിയാക്ഷൻ നടക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ വേൾഡിലെ തന്നെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണിത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എൻസൈം ആണ്. ഓക്കെ, വേൾഡിലെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണ്. അങ്ങനെ കാർബോക്സിലേഷൻ പ്രോസസ്സിലൂടെ എന്ത് നടക്കുന്നു? ഇവിടുത്തെ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, ഇനി അതാണ് കാർബോക്സിലേഷൻ. രണ്ടാമത്തേതാണ് റിഡക്ഷൻ. രണ്ടാമത്തെ പ്രോസസ് എന്താണ്? റിഡക്ഷൻ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അഡിഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ റിഡക്ഷൻ പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ്, ആ 3-ഫോസ്ഫോഗ്ലിസറേറ്റിന്റെ 2 മോളിക്യൂൾ ഇല്ലേ? ഇവിടെ 6 അല്ലായിരുന്നോ? ആ 6 സ്പ്ലിറ്റ് ചെയ്തല്ലേ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ഈ 2 മോളിക്യൂള് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഇവിടെ ഉണ്ട്. ആ 2 മോളിക്യൂള് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്തിന് വിധേയമാകുന്നു? റിഡക്ഷന് വിധേയമാകുന്നു. അപ്പോൾ റിഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അണ്ടർഗോ റിഡക്ഷൻ ടു ഫോം ട്രയോസ് ഫോസ്ഫേറ്റ്. എന്തായിട്ട് മാറുന്നു? ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അഡിഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലേ റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ നടക്കണമെങ്കിൽ ഹൈഡ്രജൻ വേണ്ടേ? ഹൈഡ്രജനെ ആഡ് ചെയ്യണ്ടേ? അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചാല് ഒരു മോളിക്യൂൾ അല്ല, 2 മോളിക്യൂള് NADPH. എന്താണ്? 2 മോളിക്യൂള് NADPH. നമുക്ക് ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPHും ഫോം ചെയ്തില്ലേ?
അതിലെ 2 മോളിക്യൂൾ NADPH എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് അതിലെ ഹൈഡ്രജനെ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ NADPH ബ്രേക്ക് ഡൗൺ ചെയ്ത് NADP+ഉം ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആയിട്ട് മാറും. അപ്പോൾ അവിടുന്ന് ഹൈഡ്രജനും കിട്ടുന്നു, എനർജിയും കിട്ടുന്നു. ഇനി ATP ഉണ്ട്. ATP എനർജി റിച്ച് മോളിക്യൂൾ ആണ്. ATP ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ADP ആയിട്ട് മാറുന്നു. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെയും ബ്രേക്ക് ഡൗൺ നടന്നു, എനർജി റിലീസായി. അപ്പോൾ ആ എനർജി ഉപയോഗിച്ചാണ് ഇവിടെ എന്ത് നടക്കുന്നത്? റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നടക്കുന്നത്? 3-phosphoglyceric acid അല്ലെങ്കിൽ 3-phosphoglycerate undergo reduction to form triose phosphate. റിഡക്ഷന് വിധേയമായിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ട്രയോസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. അതിനുള്ള ഹൈഡ്രജൻ കിട്ടിയത് എവിടെ നിന്നാണ്? NADPH ബ്രേക്ക് ഡൗൺ ചെയ്ത് NADP+ ആയിട്ട് മാറിയപ്പോൾ. പിന്നെ എനർജി കിട്ടിയത് എവിടെ നിന്നാണ്? ATP ADP ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറിയപ്പോൾ. ഓക്കെ, അങ്ങനെ റിഡക്ഷനിലൂടെ ട്രയോസ് ഫോസ്ഫേറ്റ് ഉണ്ടായി. അപ്പോൾ ഇവിടെ 2 മോളിക്യൂൾ അല്ലായിരുന്നോ? അപ്പോൾ അവിടെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉള്ള 2 കോമ്പൗണ്ട്. അപ്പോൾ ടോട്ടൽ 6 കാർബൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്താണ് ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എത്ര കണ്ടന്റ് ഉണ്ട് ഈ സൈക്കിളിൽ? 5 കാർബണിന്റെ കണ്ടന്റ് ഉണ്ട്. എന്നിട്ട് ഇതിൽ നിന്നും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിനിടയിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സൂക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ ഫോർമേഷൻ നടക്കുന്നത്. അതായത് ഗ്ലൂക്കോസ് സിമ്പിൾ മോളിക്യൂള് അതിന്റെ ഐസോമർ ആണ് എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്താ? ഐസോമർ അല്ല, അതിന്റെ പോളിമർ. ഓക്കെ, ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ് എന്തെന്ന് പറയുന്നത്? ഷുഗറും അല്ലെങ്കിൽ സ്റ്റാർച്ചും. ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ കൂടി ചേരുമ്പോഴാണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 3-phosphoglycerate റിഡക്ഷന് വിധേയമായി ട്രയോസ് ഫോസ്ഫേറ്റ് ആകുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ എന്തിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിലാണ് ഇവിടെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നേരിട്ടങ്ങ് ഗ്ലൂക്കോസ് ഉണ്ടാവുകയല്ല. ഇവിടെ 3 കാർബൺ വീതമുള്ള 2 കോമ്പൗണ്ട് ആയിരുന്നു. അത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ കണ്ടന്റ് എത്രയാണ്? 6 കാർബൺ കണ്ടന്റ് ആണ്. അപ്പോൾ 6 കാർബണിൽ നിന്നും 1 കാർബൺ അടങ്ങിയ കണ്ടന്റ് മാത്രമേ ഗ്ലൂക്കോസ് ഉണ്ടാകാൻ കൊടുക്കുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ടോട്ടലുള്ള 6 കാർബണിൽ നിന്നും 1 കാർബൺ അടങ്ങിയ കോമ്പൗണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് മാത്രമേ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള 5 കാർബൺ, ആ 5 കാർബൺ അടങ്ങിയ ആ ഒരു കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും റീജനറേഷന് വിധേയമാക്കുന്നു. എന്താക്കി മാറ്റുന്നു? റീജനറേഷൻ എന്ന പ്രോസസ്സിലേക്ക് മാറ്റുന്നു. അങ്ങനെ ആ 5 കാർബൺ അടങ്ങിയ ആ ഒരു കോമ്പൗണ്ട്, ആ കണ്ടന്റ് റീജനറേഷന് വിധേയമാക്കി എന്തിന്റെ റീജനറേഷൻ നടത്തുന്നു? 5 കാർബൺ കോമ്പൗണ്ട് ആയ RUBPയുടെ റീജനറേഷൻ നടത്തുന്നു. ഓക്കെ, അങ്ങനെ എന്താണ്? ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസിന് വേണ്ടിയിട്ടുള്ള 1 കാർബണിന് കൊടുക്കുന്നു. അതായത് ഒരു സൈക്കിളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 കാർബണിന് കൊടുക്കുന്നു. ഇതേ സമയം തന്നെ ബാക്കിയുള്ള 5 കാർബൺ അടങ്ങിയ കണ്ടന്റിനെ റീജനറേഷന് വിധേയമാക്കി എന്തിന്റെ റീജനറേഷൻ നടത്തുന്നു? RUBPയുടെ റീജനറേഷൻ നടത്തുന്നു. RUBP വീണ്ടും എന്ത് ചെയ്യും? കാർബോക്സിലേഷന് വിധേയമാകും, റിഡക്ഷൻ നടക്കും, വീണ്ടും റീജനറേഷൻ നടക്കും. ഇങ്ങനെ സൈക്കിള് കംപ്ലീറ്റ് ആവും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റീജനറേഷന് വേണ്ടിയിട്ടും 1 മോളിക്യൂൾ ATP വേണം. ആ 1 മോളിക്യൂൾ ATP എന്ത് ചെയ്യുന്നു? ADP ആയിട്ട് മാറുന്നു. ഇവിടെ ATP 2 മോളിക്യൂൾ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ NADPHും 2 മോളിക്യൂൾ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ടിടത്തും ഇവിടെ 2 മോളിക്യൂൾ വീതമാണ് ATPയും NADPHും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ 1 മോളിക്യൂൾ ATP ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ C3 സൈക്കിള്. അപ്പോൾ C3 സൈക്കിള് നമുക്ക് ഒന്നും കൂടി കേൾക്കാം. എന്താണെന്ന് നോക്കിയേ. C3 സൈക്കിളിലെ 3 സ്റ്റേജസ് ഏതൊക്കെയാ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. Carboxylation, it is the process of fixation of carbon dioxide into a 3-carbon compound called 3-phosphoglyceric acid or 3-phosphoglycerate. In this process, ഈ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? RUBP or ribulose 1,5-bis phosphate
combines with carbon dioxide to form a 3-carbon compound called 3-phosphoglyceric acid. ഇനി ഇവിടെ 3 കാർബൺ ഉണ്ടായതിന് കാരണം എന്താ? ഇത് 5 കാർബൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബൺ ചേരുന്നു, അപ്പോൾ ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകും. അതെന്താണ്? അൺസ്റ്റേബിൾ ആണ്. അത് ഉടൻ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 3-phosphoglyceric ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണോ? അത് അല്ല, ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ 3-phosphoglycerate ഉണ്ടാകുന്നു. ഇതിനെ സഹായിക്കുന്ന എൻസൈം ആരാണ്? റുബിസ്കോയാണ്. റുബിസ്കോ അല്ലെങ്കിൽ RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. കാർബോക്സിലേഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിക്കുന്ന, കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഏതാണ്? റുബിസ്കോ അല്ലെങ്കിൽ RUBP കാർബോക്സിലേസ് ഓക്സിജനേസ്. ഇനി 1 മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ C3 സൈക്കിൾ. C3 സൈക്കിളിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൈമറി അക്സെപ്റ്റർ ആരാണെന്ന് ചോദിക്കും. ആരാണ് ഇവിടുത്തെ പ്രൈമറി അക്സെപ്റ്റർ? അതായത് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കമ്പൈൻ ചെയ്യുന്നത് ആരുമായിട്ടാണ്? RUBPയുമായിട്ടാണ്. അപ്പോൾ C3 സൈക്കിളിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? RUBP ആണ്, അല്ലെങ്കിൽ റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അത്രയും നടന്നു. അതിനുശേഷം അടുത്ത പ്രോസസ്സാണ് എന്ത്? റിഡക്ഷൻ. റിഡക്ഷൻ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? 3-phosphoglycerate undergo reduction to form triose phosphate. റിഡക്ഷന് വേണ്ടിയിട്ട് ഹൈഡ്രജനെ കൊടുത്തത് ആരാണ്? NADPH ആണ്. 2 മോളിക്യൂൾ NADPH റെഡ്യൂസ് ചെയ്ത്, ഈ 2 മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു സൈക്കിൾ നടക്കാനാണ് കേട്ടോ. സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അതിനനുസരിച്ച് ഇത് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് 2 NADPH ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഹൈഡ്രജനെ കൊടുക്കും. അതുപോലെ തന്നെ എനർജി കിട്ടും. പിന്നെ ATPയിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. 2 മോളിക്യൂൾ ATP എന്തായിട്ട് മാറുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി കൊടുക്കുന്നു, എന്നിട്ട് ADP ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ റിഡക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ അത് നടക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവിടുത്തെ 3 കാർബൺ കോമ്പൗണ്ട് എത്ര മോളിക്യൂളാണ് ഉള്ളത്? 2 മോളിക്യൂൾ ആണ് അല്ലേ? അപ്പോൾ ടോട്ടലി 6 കാർബൺ ഉണ്ടല്ലോ. 2 3 കാർബൺ മോളിക്യൂൾ ആകുമ്പോൾ ടോട്ടലി 6 കാർബൺ ഇല്ലേ? ആ ടോട്ടൽ 6 കാർബണിൽ ഒരു കാർബണിനെ ആർക്ക് കൊടുക്കുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു. ബാക്കിയുള്ള 5 കാർബൺ കണ്ടന്റിനെ റിഡക്ഷന് ശേഷം റീജനറേഷന് വിധേയമാക്കുന്നു. എന്തിനു വിധേയമാക്കുന്നു? ബാക്കി 5 കാർബൺ കണ്ടന്റ് ഉള്ള ആ കണ്ടന്റിനെ എന്ത് ചെയ്യുന്നു? റീജനറേഷന് വിധേയമാക്കുന്നു. റീജനറേഷനിലൂടെ എന്ത് റീജനറേറ്റ് ചെയ്തെടുക്കുന്നു? റിബുലോസ് 1,5-ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ RUBP റീജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റീജനറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീജനറേഷൻ ഓഫ് RUBP. RUBPയുടെ റീജനറേഷൻ നടക്കുന്ന പ്രോസസ്സാണ്. ഹിയർ 1 molecule of ATP undergo breakdown to form ADP and release energy for the regeneration process. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ C3 സൈക്കിൾ. ഇനി ഇവിടുത്തെ എനർജി റിക്വയർമെന്റ് നമുക്ക് നോക്കാം, എനർജി എത്രത്തോളം വേണമെന്നും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, 1 molecule ഗ്ലൂക്കോസ്. എന്താണ്? 1 molecule ഗ്ലൂക്കോസ്. 1 molecule ഗ്ലൂക്കോസ് ഉണ്ടാകാൻ എത്ര എനർജി വേണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിന്റെ ഒരു മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാർബൺ കോമ്പൗണ്ടാ? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഗ്ലൂക്കോസ് എന്താണ്? 6 കാർബൺ കോമ്പൗണ്ട് ആണ്. C6H12O6 എന്നാണ് നമ്മൾ പറയുന്നത് ഗ്ലൂക്കോസ്. അപ്പൊ അവിടെ ഗ്ലൂക്കോസ് എന്താണ്? 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാകണമെങ്കിൽ എത്ര സൈക്കിൾ നടക്കണം? ഇവിടെ ഒരു സൈക്കിൾ നടക്കുമ്പോൾ ഒരു കാർബണിനെ അല്ലേ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ കൊടുക്കുന്നേ, എന്നിട്ട് 5 പേരെ അങ്ങ് തിരിച്ച് റീജനറേഷൻ കൊടുക്കുകയല്ലേ. അപ്പോൾ ഒരു സൈക്കിൾ നടക്കുമ്പോൾ ഒരു കാർബൺ കൊടുക്കും. അങ്ങനെ എത്ര സൈക്കിൾ നടക്കണം?
6 സൈക്കിൾ നടക്കണം എങ്കിലേ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകാനുള്ള കാർബൺ കിട്ടൂ. ക്ലിയർ? ഇവിടെ ഒരു തവണ സൈക്കിൾ നടക്കുമ്പോൾ റിഡക്ഷൻ വഴി ഇവിടെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു കാർബണിനെ ആർക്ക് കൊടുക്കുന്നു? ഒരു കാർബൺ കണ്ടന്റ് അടങ്ങിയ ആ ഒരു കണ്ടന്റിനെ ആർക്ക് കൊടുക്കുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ കൊടുക്കുന്നു. ബാക്കി 5 കാർബൺ അടങ്ങിയ കണ്ടന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? RUBPയുടെ റീജനറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സൈക്കിളിൽ ഒരു കാർബൺ കിട്ടും. അങ്ങനെ 6 സൈക്കിൾ നടന്നെങ്കിൽ മാത്രമേ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര സൈക്കിൾ നടക്കണം? 6 സൈക്കിൾ നടക്കണം. 6 സൈക്കിൾ നടന്നെങ്കിലേ എന്ത് ഫോം ചെയ്യൂ? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഫോം ചെയ്യൂ. കാരണം ഗ്ലൂക്കോസ് എന്താണ്? ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പോ 1 മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാകാൻ നമുക്ക് എത്ര എനർജി വേണം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം, ഒരു സൈക്കിൾ നടക്കാൻ, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാകണമെങ്കിൽ എത്ര സൈക്കിൾ നടക്കണം? 6 സൈക്കിൾ നടക്കണം ഇല്ലേ? എത്ര സൈക്കിൾ നടക്കണം? 6 സൈക്കിൾ നടക്കണം. 6 സൈക്കിൾ ഇങ്ങനെ നടന്നെങ്കിൽ മാത്രമേ, 6 തവണ കാർബോക്സിലേഷനും റിഡക്ഷനും റീജനറേഷനും നടന്നെങ്കിലേ എന്ത് നടക്കൂ? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ 6 സൈക്കിൾ നടക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു സൈക്കിളിന്റെ നോക്കാം. 1 സൈക്കിൾ, ഒരു സൈക്കിളിന്റെ നോക്കാം. 1 സൈക്കിൾ, ഒരു സൈക്കിളിന്റെ നോക്കാം. ഒരു സൈക്കിളില് ATP എത്ര വേണം? ATP എത്ര വേണം? നോക്കേ, ഇവിടെ 2 ATP ഉപയോഗിച്ചു, ഇവിടെ 1 ATP ഉപയോഗിച്ചു. അപ്പൊ ടോട്ടൽ എത്രയായി? 2 + 1 എത്ര ATP ഉപയോഗിച്ചു? 3 ATP മോളിക്യൂൾസ് ഉപയോഗിച്ചു. ഇനി NADPH, ഇതൊരു സൈക്കിളാണ്. ഇവിടെ എത്ര NADPH ഉപയോഗിച്ചു? 2 NADPH ഉപയോഗിച്ചു. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോളിക്യൂൾ ഉപയോഗിച്ചു? കാർബൺ ഡൈ ഓക്സൈഡ്, അത് എനർജിയിൽ വരുന്നില്ല എങ്കിലും പറയുകയാണ്, എത്ര ഉപയോഗിച്ചു? 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ചു. അപ്പൊ ഇത്രയും ചേർന്നപ്പോഴാണ് എന്തായത്? ഒരു സൈക്കിൾ ആയത്. എത്ര ആയത്? ഒരു സൈക്കിൾ ആയത്. നമുക്ക് എത്ര സൈക്കിളിന്റെ ആണ് വേണ്ടത്? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകാൻ എത്ര സൈക്കിളാണ് നടക്കേണ്ടത്? 6 സൈക്കിളാണ് നടക്കേണ്ടത്. 6 സൈക്കിൾ നടന്നെങ്കിലേ 6 കാർബൺ കിട്ടൂ. എങ്കിലേ എന്ത് നടക്കൂ? ഒരു ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോ ഒരു സൈക്കിളിൽ ഇത്രയും എനർജി റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ 6 സൈക്കിളിന്റെ എങ്ങനെ വരും? 6 സൈക്കിൾ. 6 സൈക്കിളിന് ATP എത്ര വേണ്ടി വരും? ATP ഒരു സൈക്കിൾ നടക്കാൻ 3 ATP. അപ്പൊ 6 സൈക്കിൾ ആവാൻ എത്ര വേണം? 6 3 18 ATP വേണം. ഓക്കെ, ഇനി ഒരു സൈക്കിൾ നടക്കാൻ NADPH എത്ര വേണം? NADPH 2 വേണം. അപ്പൊ 6 സൈക്കിൾ ആവാൻ എത്ര വേണം? 6 2 12 വേണം. 12 മോളിക്യൂൾ വേണം. ഓക്കെ, ഇനി ഒരു സൈക്കിൾ നടക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? ഒരെണ്ണം അല്ലെ? ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലേ ഒരു സൈക്കിളിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോ 6 സൈക്കിൾ ആകുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വേണം? 6 മോളിക്യൂൾ വേണം. ക്ലിയർ? അതാണ് ഇവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് ടോട്ടൽ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം, എത്ര ATP മോളിക്യൂൾസ് ആണ് ഒരു C3 സൈക്കിളിന് റിക്വയർ ആയിട്ടുള്ളത്? ഒരു C3 സൈക്കിളിന് എത്ര ATP വേണം? 3 ATP വേണം. എത്ര NADPH വേണം? 2 വേണം. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണം? 1 മോളിക്യൂൾ വേണം. ഇനി ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ATP വേണം? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര സൈക്കിൾ നടക്കണം? 6 സൈക്കിൾ നടക്കണം. അപ്പൊ എത്ര ATP വേണം? ഒരു സൈക്കിളിന് 3 ATP. അപ്പൊ 6 സൈക്കിളിന് എത്ര ATP വേണം? 18 ATP. 6 3 18. ഓക്കെ, ഇനി അടുത്തത്, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ നടക്കാൻ 6 സൈക്കിൾ വേണം അല്ലേ? അപ്പൊ ഒരു സൈക്കിളിന് എത്ര NADPH വേണം? 2 NADPH. അപ്പൊ 6 സൈക്കിളിന് എത്ര വേണം? 6 2 12 NADPH വേണം. ഇനി ഒരു സൈക്കിളിൽ 1 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവണമെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണം? 6 കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഓക്കെ, എനർജി റിക്വയർമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ATP 18, NADPH 12. ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും നോക്കാം. ഇപ്പൊ ഇൻപുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് എടുക്കുന്നത് എന്തിനെയൊക്കെയാ? ഒരു C3 സൈക്കിളിൽ അകത്തേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു C3 സൈക്കിൾ അകത്തേക്ക് എടുക്കുന്ന എന്തിനെയൊക്കെയാ?
ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെയും 3 ATPയെയും അതുപോലെ തന്നെ 2 NADPHനെയും. ഇനി ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ആ ഔട്ട്പുട്ട് ആയിട്ട് വരത്തില്ലേ? ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്തൊക്കെയാ? ATP 3 എണ്ണമാണ് അല്ലേ? ആ 3 ATP എന്തായിട്ട് മാറും? ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എത്ര ADP ആയിട്ട് മാറും? 3 ADP ആയിട്ട് മാറും. പിന്നെ 2 NADPH എന്തായിട്ട് മാറും? 2 NADP പ്ലസ് ആയിട്ട് മാറും. ഇനി 6 സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ 18 ATP അല്ലേ? 18 ATP എന്തായിട്ട് മാറും? 18 ADP ആയിട്ട് മാറും. പിന്നെ 12 NADPH അതെന്തായിട്ട് മാറും? 12 NADP പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അത്രയാണ് ആ റിയാക്ഷൻ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അത്രയാണ് നമുക്ക് C3 സൈക്കിളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. താങ്ക് യു.